ഹലോ, Nemo Dat Quo on Habet. ഞാനത് ചീത്ത പറഞ്ഞതാണ് അല്ല. This is a concept in law. Nemo Dat Quo non habet. It's a Latin term. ഈ ലാറ്റിൻ ടേമിൽ എന്താ പറയണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇഫ് ദാറ്റ് പ്രോഡക്റ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് പേഴ്സൺ ഹി വിൽ ഗെറ്റ് എ റൈറ്റ് ടു സെൽ ദ പ്രോഡക്റ്റ്. അങ്ങനെ പറ്റുമോ? എൻ്റെ പ്രോഡക്റ്റ് വേറൊരാൾ വിൽക്കുകയാണെങ്കിൽ ഞാൻ നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ നിങ്ങളും. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ അറിയാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. സോ ഇത് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ക്വിക്ക് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. സോ ഐ റിപ്പീറ്റ് ദ കോൺസെപ്റ്റ്. Nemo Dat Quo non habet, meaning no one can pass a better title than what he has. അതായത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്കത് വിൽക്കാനുള്ള അവകാശം ഇല്ല. എന്നാൽ ഇതിനും ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതായത് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഈവൻ ദോ യു ആർ നോട്ട് ദി ഓണർ ഓഫ് ദ പ്രോഡക്റ്റ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ടു സെൽ ദ പ്രോഡക്റ്റ്. ലെറ്റ്സ് ചെക്ക് വേർ. ഒന്ന്, ഇഫ് യു ആർ എ മെർക്കന്റൈൽ ഏജന്റ്. അപ്പോൾ ആര് ഈ മെർക്കന്റൈൽ ഏജന്റ് പറഞ്ഞാൽ? മെർക്കന്റൈൽ ഏജന്റ് പറയുന്ന വ്യക്തിയാണ് ഒരു മെർച്ചന്റ്. മെർക്കന്റൈൽ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് മെർച്ചന്റ് എന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ മെർക്കന്റൈൽ ഏജന്റിന് അയാളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിലും അയാൾക്ക് വിൽക്കാനുള്ള അവകാശം ഉണ്ടെന്ന്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് മെർക്കന്റൈൽ ഏജന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അല്ലേ? അപ്പോൾ ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലും നമ്മൾ ഒത്തിരി പ്രോഡക്ട്സ് വാങ്ങിക്കാറുണ്ട്. ഈ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വാക്ക് ചോദിക്കാറില്ല, നിങ്ങളുടെയാണ് ഈ പ്രോഡക്റ്റ്, ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് പോയോ, എൻ്റെ കയ്യിൽ നിന്ന് ട്രൂ ഓണർ വാങ്ങിച്ചിട്ട് പോയോ. വി നെവർ ക്വസ്റ്റ്യൻ ദം. വൈ വി ഡോണ്ട് ക്വസ്റ്റ്യൻ ദം? ബിക്കോസ് വി ട്രസ്റ്റ് ദം അല്ലേ? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മെർക്കന്റൈൽ ഏജന്റ് പറഞ്ഞൊരു വ്യക്തിക്ക് അയാളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പോലും അയാൾക്ക് അവിടെ വിറ്റാലും കസ്റ്റമറുടെ ഗുഡ് ഫെയ്ത്തിലാണ് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ഈ സോ കോൾഡ് മെർക്കന്റൈൽ ഏജന്റിന് പ്രോഡക്റ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ട് ക്യാഷ് സെയിൽ നടത്തിക്കൂടെ? ഇതൊക്കെ ചെയ്താലും എന്താ, വി ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ. ഇതന്നെയാണ് വൺ ഓഫ് ദി എക്സെപ്ഷണൽ കേസ് ഓഫ് Nemo Dat Quo non habet. ഓക്കെ, രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽ ബൈ എസ്റ്റോപ്പൽ. ഇപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഉമ്മർത്ത് വെച്ചിട്ട് തന്നെ വേറൊരാൾ വിൽക്കുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഷുഡ് റെസ്പോണ്ട്. എൻ്റെ സാധനം നീ എങ്ങനെ വിൽക്കും എന്ന് ഞാൻ ചോദിക്കണം. ഇത് ഞാൻ ചോദിക്കാതിരുന്നിട്ട് അവർ വിൽക്കാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? എസ്റ്റോപ്പൽ. അപ്പോൾ ആ എസ്റ്റോപ്പലിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇവർക്കൊരു പെർമിഷൻ കൊടുത്തതിന് തുല്യമായി മാറുന്നുണ്ട്. അപ്പോൾ എസ്റ്റോപ്പലിൻ്റെ കോൺസെപ്റ്റിലും എന്താണ്, ഒരാളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിലും വേറൊരാൾക്ക് അത് വിൽക്കാനുള്ള അധികാരം നമ്മളവിടെ കൊടുക്കുന്നതിന് തുല്യമാണ്. ഇതുപോലെ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ സെയിൽ, ലേലം വിളി അല്ലെ? ലേലം വിളി പറഞ്ഞ കോൺസെപ്റ്റിൽ എന്താ, ആ ലേലം നടത്തുന്ന ഓപ്ഷണേഴ്സിന്റെ ആണോ ആ പ്രോഡക്റ്റ്? ഒരിക്കലും അല്ല. എന്നാൽ ആ ഓപ്ഷണേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? സെല്ലർ അല്ലെങ്കിൽ ഓണർ എന്ത് അധികാരം കൊടുക്കുന്നുണ്ട്? ഓപ്ഷണേഴ്സിന് ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ നൗ. ഇതുപോലെ വരുന്ന കുറച്ച് ആൾക്കാരാണ് ഇൻ കേസ് where the product has been obtained by another person under a voidable contract. അതായത് voidable കോൺട്രാക്റ്റിലൂടെ ഒരു പ്രോഡക്റ്റ് മറ്റൊരാളുടെ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്കത് വിൽക്കാനുള്ള അധികാരം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. സോ voidable കോൺട്രാക്റ്റിന്റെ ചില എക്സാമ്പിൾസ് നോക്കൂ. യെസ്, കോവേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ അല്ലേ? നമുക്ക് വളരെ ഫെമിലിയർ ആയ ടേമാണ്. ലോ പഠിച്ച ആൾക്കാർക്ക് ഈ ടേംസ് ഒക്കെ വളരെ ഫെമിലിയർ ആയ കാര്യങ്ങളാണ്. ഐ റിപ്പീറ്റ്, കോവേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ. സോ ഈ വഴിയിലൂടെ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് അയാളുടെ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് മറിച്ച് വിൽക്കാനുള്ള അധികാരം കിട്ടും. അതായത് ഇവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗുഡ് ഫെയ്ത്തിലാണ് അയാൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നൊരു നിഗമനം അവിടെ നമുക്കുണ്ട്. വേറൊരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേർ എ പ്രോഡക്റ്റ് ഹാസ് ബീൻ സോൾഡ് ടു എ പേഴ്സൺ, പക്ഷേ ദ സെല്ലർ സ്റ്റിൽ കണ്ടിന്യൂസ് എ പൊസഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് സെയിൽ ഇവിടെ നടന്നു കഴിഞ്ഞു, പക്ഷെ പ്രോഡക്റ്റ് ഇപ്പോൾ ആരുടെ കൈവശമാണ്? യെസ്, സെല്ലറിന്റെ കൈവശമാണ്. അപ്പോൾ സെല്ലറിന്റെ കൈവശം ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ സെല്ലർക്ക് വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് മറിച്ച് വിൽക്കാം. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കാം? അയാളും ഗുഡ് ഫെയ്ത്തിൽ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത്, അതുകൊണ്ട് ആ പേഴ്സണ് അവിടെ ഗുഡ് ടൈറ്റിൽ കിട്ടും എന്നാണ് നിയമം പറയുന്നത്. അതായത് ഇതേ സാധനം ഒന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സെയിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രോഡക്റ്റ് നമ്മുടെ ബയറിന്റെ കയ്യിൽ വന്നു. ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അത് സംഭവിക്കുക. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ആ പറയുന്ന സോ കോൾഡ് ബയർക്ക് ആ പ്രോഡക്റ്റ് മറിച്ച് വിൽക്കാനുള്ള അവകാശമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഓണർഷിപ്പ് കൈമാറുക? യെസ്, ഓൺ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അല്ലെ? അപ്പൊ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണ് ആ പ്രോഡക്റ്റ് ഈ പറയുന്ന സോ കോൾഡ് ബയറിന്റെ കയ്യിൽ വരിക. പക്ഷേ പ്രോഡക്റ്റ് ഇപ്പൊ ആരുടെ കയ്യിലുണ്ട്? യെസ്, ബയറിന്റെ കയ്യിലുണ്ട്. അപ്പൊ ബയർക്ക് എന്ത് ചെയ്യാം? ബയർക്ക് വേണമെങ്കിൽ മറിച്ച് വിൽക്കാം. അപ്പൊ ആ പർച്ചേസർക്ക് എന്ത് കിട്ടും? ഗുഡ് ടൈറ്റിൽ ഓവർ ദ ഗൂഡ്സ് കിട്ടുന്നുണ്ട്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ജോയിന്റ് ഓണേഴ്സിന്റെ കോൺസെപ്റ്റ്.
ഈ ജോയിന്റ് ഓണേഴ്സ്? യെസ്, ഒന്നിൽ കൂടുതൽ ഓണർ ഒരു പ്രോഡക്റ്റിന് ഉണ്ടെങ്കിൽ വി കോൾ ദം ആസ് വാട്ട്? ജോയിന്റ് ഓണേഴ്സ്. അപ്പൊ ആ പറയുന്ന സോ കോൾ ജോയിന്റ് ഓണേഴ്സിന് ഈ മറ്റൊരു ജോയിന്റ് ഓണറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ആ പ്രോഡക്റ്റ് മറിച്ച് വിൽക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ പ്രോഡക്റ്റ് അവരുടെ കൈവശം ഉണ്ടാവണം. ഓക്കെ, ഏതൊരു ജോയിന്റ് ഓണറാണ് ഈ സാധനം വിൽക്കുന്നത് അയാളുടെ കൈവശം ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർക്കത് മറിച്ച് വിൽക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. ഇതുപോലെ വരുന്ന വേറൊരു വ്യക്തിയാണ് ഈ പറയുന്ന ലിക്വിഡേറ്റർ. അയാൾ ആരാ? ഈ ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ ഇൻവോൾവ് ആകുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ലിക്വിഡേറ്റർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒരു കമ്പനി അവിടെ ലിക്വിഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി വൈൻഡ് അപ്പ് ആവുന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ അസറ്റ്സ് വിറ്റിട്ട് ലയബിലിറ്റീസിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സോ കോൾ ലിക്വിഡേറ്റർ. അപ്പൊ ആ പറയുന്ന സോ കോൾ ലിക്വിഡേറ്റർക്കും എന്തുണ്ട്? അയാളുടെ പ്രോഡക്റ്റ് ആണോ? അല്ല. അപ്പൊ ഈ ലിക്വിഡേറ്റർ എങ്ങനെ പിക്ചറിൽ വന്നത്? കോർട്ടിന്റെ ഓർഡർ പ്രകാരം വന്ന ഒരാൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന സോ കോൾഡ് കമ്പനീസ് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ലിക്വിഡേറ്റർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആ പറയുന്ന സോ കോൾ ലിക്വിഡേറ്റർ അയാളുടെ വസ്തുക്കൾ അല്ലെങ്കിലും അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്ന പ്രോഡക്ട്സ് വിൽക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇതേപോലെ വരുന്ന ഒരു വ്യക്തിയാണ് ബാങ്കർ. ആ ബാങ്കറാണ് ഓപ്ഷൻ സെയിലിൽ ഈ പറയുന്ന സോ കോൾഡ് അസറ്റ്സിനൊക്കെ വിൽക്കുന്നത്. I hope the concept is clear. അപ്പൊ എന്താ വാക്ക്? Nemo Dat Quo Non Habet. ഇനി ആരെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് മറിച്ച് വിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കൺമുമ്പിൽ വിൽക്കുന്നുണ്ടെങ്കിൽ, say the concept Nemo Dat Quo Non Habet. Thank you.